അന്നൊരു ദിവസമേ ഈ അപ്പച്ചന് ഈ വഞ്ചിപ്പണിക്ക് പോകായിരുന്നു. അന്ന് ഈ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു അപ്പച്ചൻ. അപ്പൊ ആ സ്വർണ്ണപ്പണി ഈ മങ്ങി വന്ന സമയം. അപ്പൊ ഒരു ദിവസം അപ്പച്ചൻ പോയിട്ട് വന്നില്ല. പിറ്റേ ദിവസം ഒരു രാവിലെ ആ കണ്ണിന്ന് ഇങ്ങനെ കണ്ണുനീര് ചാടിയപ്പം നമ്മുടെ മനസ്സിലൊരു അവസ്ഥ. അപ്പൊ അന്ന് നിങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? കടകൾ തോറും കാൽനടയിൽ നടന്ന് അവിടെ കൊണ്ടുപോയി വിറ്റിട്ട് വന്നാൽ അത് കൊടുത്തിട്ട് വേണം അരി മേടിക്കാനായിട്ട്. രണ്ടാമത്തെ മോൻ എന്ന് പറയുമ്പം വന്ന കാലം ദാരിദ്ര്യ കാലഘട്ടത്തൊക്കെ ബിനീഷിനും കൂടുതൽ ഓർമ്മ വരുന്ന ചേട്ടൻ എന്ന നിലയ്ക്കായിരിക്കും. എനിക്ക് അപ്പച്ചനെ കൂടെ കഴിയണമെന്ന് അമ്മ അതുപോലെയാണ് അപ്പച്ചനെ നോക്കണത്. ഒരു കുഞ്ഞിനെ നോക്കണ പോലെയാണ്. ഇടയ്ക്കൊന്ന് നിന്ന് പോയപ്പോൾ ഭയങ്കര സങ്കടമായി അല്ലേ? കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞില്ലേ. കാരണം വെച്ചാൽ ഒരു ശക്തമായിട്ടുള്ള പ്രണയം ഉണ്ടായിരുന്നു. അതാ സമയത്തുള്ള പ്രണയമല്ലേ. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. അപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത ഒരാള്, ബിനീഷിന്റെ ജ്യേഷ്ഠൻ, രണ്ടാമത്തെ മോൻ അല്ലേ? അമ്മച്ചിയുടെ രണ്ടാമത്തെ മോൻ. ഒന്ന് പേരൊന്ന് പറഞ്ഞു. എൻ്റെ പേര് സ്റ്റാൻലി എന്നാണ്. ഇവിടെ വിളിക്കുന്നത് സുരേഷ് എന്നാണ്. അക്കാഡമിക്കൽ നെയിം സ്റ്റാൻലി എന്നാണ്. പുറത്തൊക്കെ അറിയപ്പെടുന്ന റാംബോ സ്റ്റാൻലി. റാംബോ അല്ലേ? അമ്മച്ചി എന്നോട് എന്ന് പറഞ്ഞ ഒരു സങ്കടം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബിനീഷിന്റെ കല്യാണമായി. ഇനി അമ്മച്ചിക്ക് കാണേണ്ടത് സ്റ്റാലിന്റെ കല്യാണം കൂടെ കാണണമെന്നുണ്ട്. അതിപ്പോ ഈ സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്ന് ഇപ്പോഴാണ്. വീടൊക്കെ ഇത് ലേറ്റ് ആയിട്ടാണ് ഞാൻ വെച്ചത്. അപ്പൊ വീട് പണി കഴിഞ്ഞിട്ട് ആലോചിക്കാന്നുള്ള ഒരു കണക്കൂട്ടലിൽ നിൽക്കണായിരുന്നു. അപ്പൊ ഈ അതിനു മുമ്പ് വരെയും ഈ ജോലി സ്കൂളിലായിരുന്നേ. അപ്പൊ അത് ഈ സ്കൂളിൽ നിന്ന് അധികം അങ്ങനെ പൈസ ഒന്നും കിട്ടുമായിരുന്നില്ല. ഒരു സേവനം എന്ന് പറഞ്ഞ പോലെ ചെയ്യണമായിരുന്നു. 10-15 വർഷത്തോളം ആ സ്കൂളിന് വേണ്ടി വർക്ക് ചെയ്തായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഡിഫറെന്റ് ലേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു സേവനം എന്ന് പറഞ്ഞ പോലെ ചെയ്തു പോകണമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊഫഷണൽ ഡാൻസർ ആയിരുന്നു. ഫുട്ബോൾ പ്ലെയർ ആണ്. സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ടീം ഗസ്റ്റ് പ്ലെയർ ആയിരുന്നു. അപ്പൊ അവിടെ നിന്നാണെങ്കിലും ഗസ്റ്റ് പ്ലെയറിന് തുച്ഛമായിട്ട് എന്തെങ്കിലും മാത്രമേ കിട്ടുള്ളൂ. ആഴ്ചയിൽ ഒരു 250 രൂപയൊക്കെ അന്ന് അവിടെ നിന്ന് കിട്ടുമായിരുന്നു. പിന്നെ ഡാൻസ് കളിക്കാൻ പോയ ആ സമയത്തൊക്കെ 500 രൂപ ഒരു പ്രോഗ്രാമിന് കിട്ടുമായിരുന്നു. അതൊക്കെ കൂട്ടി വെച്ചാണ് ഈ വീട് വെച്ചത്. അപ്പൊ ശരിക്കും ഞാൻ നെരുങ്ങിയത് ഈ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ചെറുപ്പത്തിലെ മുതൽ ഈ നന്നായിട്ട് ആർട്ട് ചെയ്യുമായിരുന്നു. ആർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. ആർട്ടില് വരക്കല്, സ്കൾപ്ചർ, ക്രാഫ്റ്റ് വർക്ക്, അതെല്ലാം ചെയ്ത എന്നെ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളതല്ല. ഞാൻ പ്രകൃതിയാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞ പോലെ മുന്നോട്ട് പോണേ. അത് ശരിയായ ഒരു രീതിയല്ല. എന്നാലും മാസ്റ്റേഴ്സിൻ്റെ ഈ നമ്മ കാണാത്തതും കണ്ടതുമായിട്ടുള്ള മാസ്റ്റേഴ്സിൻ്റെ അറിവുകളാണ് നമുക്ക് എങ്ങനെയോ കിട്ടിയിരിക്കണത്. നമ്മളത് ജനിച്ചു വീണപ്പോൾ നമുക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നല്ല. അപ്പം അവരുടെ വർക്കുകൾ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് തന്നെ. വരക്കാനാണെങ്കിലും ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഗുരുക്കന്മാരൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിയായ രീതിയല്ല എന്ന് എനിക്കറിയാം. അക്കാഡമിക്കലായിട്ട് ഗുരുവിൻ്റെ കീഴിൽ പോയി പരിശീലിച്ചിട്ടില്ല. പല പല ഗുരുക്കന്മാരുടെ വർക്കുകളൊക്കെ അവർ ചെയ്യണ രീതികളൊക്കെ കണ്ട് അങ്ങനെ ചെയ്തു പോയതാവാം. എനിക്ക് തോന്നുന്നു ബിനീഷ് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോവാണ്. അതെ, ഒരു അനിയത്തി ഒന്ന് കയറാൻ പോവാണ് വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക്. ബിനീഷിന്റെ കല്യാണം നടക്കാൻ പോവാന്ന് ബിനീഷൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ചേട്ടന്റെ ഒരു മനസ്സിലെന്തായിരുന്നു തോന്നിയ? എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാനിങ്ങനെ നിൽക്കണോണ്ട് അവൻ്റെ കല്യാണം നീണ്ടു പോകില്ല എന്നുള്ളൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ മുതൽ ഇവനോട് പറയുമായിരുന്നു, നീ എന്നെ നോക്കണ്ട, എൻ്റെ രീതിയൊക്കെ വേറൊരു രീതിയാണ്. അപ്പൊ എന്നെക്കാളും മുമ്പ് എനിക്കിപ്പോ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്തിരി ഫെയിമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നീ ഇപ്പോൾ കല്യാണം കഴിക്കണതാണ് ഏറ്റവും നല്ലത്, എന്നെ നോക്കി നിൽക്കണ്ടെന്ന് ഞാൻ അവനോട് പറയാറുണ്ട്. പക്ഷെ അവൻ അതൊന്ന് ആ സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നെ ഇങ്ങനെ എന്തോരം കരുതി എന്നാണ് വെയിറ്റ് ചെയ്യണത്. ഇപ്പൊ ഏറ്റവും നല്ല കാര്യം തന്നെയാണത്. എന്നോട് അമ്മച്ചിയും പെങ്ങളൊക്കെ പറഞ്ഞ് സകലകലാ വല്ലഭനാണ് രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു. അമ്മച്ചി എപ്പോഴും അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ അഭിമാനം. അമ്മമാര് പറയുമ്പോഴാണ്
അങ്ങനെ വലിയ കലാകാരനൊന്നും അല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. ഡാൻസ് കളിക്കും, ഫുട്ബോൾ കളിക്കും, ഫൈറ്റ് ചെയ്യും, എല്ലാം കൊണ്ടും സകലകലാവല്ലം എന്ന് പറയുമ്പോൾ ഒരാള് അമ്മച്ചിയുടെ വായി നിൽക്കുമ്പോൾ സന്തോഷം വേറെ പറഞ്ഞു. ഹിന്ദി സിനിമയിലൊക്കെ ഉണ്ട്. ഈ കന്നഡ മൂവിയില് ഒരു മെയിൻ വില്ലൻ വേഷം ചെയ്തായിരുന്നു. ഒരു ഉപകഥയിൽ മെയിൻ വില്ലനായിട്ട് കഴിഞ്ഞിടക്ക് ചെയ്തായിരുന്നു, ഭരത സാമുറായ് എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ. അതിന്റെ ഡയറക്ടർ പ്രകാശ് സാറായിരുന്നു, അവിടുത്തെ ഫേമസ് ആളാണ്. പിന്നെ നമ്മുടെ ധ്രുവത്തിലെ വില്ലനില്ലേ, ഈ ടൈഗർ പ്രഭാകരന്റെ മോൻ വിനോദ് പ്രഭാകരനായിരുന്നു അതിൻ്റെ നായകന്റെ വില്ലനായിട്ട് ചെയ്യാൻ പറ്റി. അവിടെ വലിയൊരു അനുഭവമായിരുന്നു. ഇപ്പൊ യൂട്യൂബ് റിലീസ് ആയിട്ടുണ്ടല്ലേ. ഈ ജീവിതത്തില് നമുക്ക് എല്ലാം കയ്യിലെത്തിയിട്ടെല്ലാം ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കില്ല. ശരിയാണത് അല്ലേ? ഇപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം വീടായി, അനിയന്റെ കല്യാണമായി, ഇനി ഒരു കല്യാണ ആലോചന തുടങ്ങാൻ മേലെ. ഇനിയിപ്പോ എല്ലാരും നോക്കണുണ്ട്. ഇതിപ്പോ ലേറ്റായത് കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞില്ലേ. കാരണം എന്ന് വെച്ചാൽ സ്പോർട്സും ഡാൻസ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് മുന്നോട്ട് പോകണമായിരുന്നു. ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല. ഈ കല്യാണം കഴിക്കണം, ഈ ഒരു പ്രണയം ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്താഗതി ഒന്നും ഇല്ലായിരുന്നു. ഫുട്ബോൾ പിന്നെ ഒരു ശക്തമായിട്ടുള്ള പ്രണയം ഉണ്ടായിരുന്നു. അത് ചെറുപ്പത്തിലായിരുന്നു കേട്ടാ, ഒരു 10-21 വയസ്സിലൊക്കെ ആയിരുന്നത്. അതാ സമയത്തുള്ള പ്രണയമല്ലേ. അത് നമ്മളിപ്പോ ആലോചിച്ചിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, അങ്ങനെയായി. എന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാല് ഇപ്പൊ സ്കൂളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണമായിരുന്നു. ഇപ്പൊ സ്കൂളില് ആണ് കൂടുതൽ കോൺസെൻട്രേഷൻ, ഫുള്ള് കോൺസെൻട്രേഷൻ അവിടെ ആയിരുന്നു. അപ്പൊ അതായത് കുട്ടികളുടെ കൂടെ ആയിരുന്നേ. അപ്പൊ നമ്മൾക്ക് ഈ പ്രണയിക്കാനൊന്നും സമയമില്ല. അത് വലിയൊരു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ആ സമയമൊന്നും ഒരിക്കലും പാടില്ല. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ നല്ല രീതിയിൽ ഇപ്പൊ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ വേൾഡ് ലെവലിൽ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ അവൻ ലൈഫിൽ ആണ് ഏറ്റവും വലിയ അച്ചീവ് ഉണ്ടാക്കിയത്. അപ്പൊ അത് കാണാനായിട്ട് ഉള്ള ഒരു ഭാഗ്യം ദൈവം തന്നില്ലേ. അത് പിന്നെ വലിയൊരു ഭാഗ്യമാണല്ലോ. ഇനിയിപ്പോ എന്തായാലും കല്യാണം കഴിയാം. പിന്നെ അമ്മച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ മോൻ പാവട്ടോ. അമ്മച്ചി അങ്ങനെയാണ്, മോനെ കാണുമ്പോൾ താടിയുണ്ട്, മുടിയൊക്കെ ഉണ്ട്, ആള് പാവമാണ്. അത് ഈ ഫിഗറില്ലേ, ഇപ്പൊ എല്ലാരും എന്റെ കൂട്ടുകാരും എന്നെ അറിയാവുന്നവരൊക്കെ, എനിക്ക് പരിചയമുള്ളവരൊക്കെ എല്ലാരും എന്നെ അറിയാല്ല. അപ്പൊ അവരും എന്നോട് പറയാറുണ്ട് ഇങ്ങനെ, നിന്റെ ഫിഗർ കാണുമ്പോ ഒരു വില്ലൻ ആണ്, നിന്റെ ലുക്ക് ഈ കഞ്ചാവ് അടിച്ച് മദ്യമൊക്കെ കഴിച്ച് നടക്കണ ഒരാളായിട്ട് വന്നു. പക്ഷെ നിന്നോട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് അവർ പറയാറുണ്ട്. പക്ഷെ ഞാനിങ്ങനെ നടക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ള ഒരു അറിയപ്പെടുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഈ ഫിഗർ മാറ്റണം എന്നുള്ള രീതിയിൽ നിൽക്കണതാണ്. ഇപ്പൊ 1-2 ക്യാരക്ടർ വേഷമൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് ചെയ്യാനായിട്ട്. അത് ചെയ്തിട്ട് ഈ ഫിഗർ മാറ്റണം എന്നുള്ള രീതിയിൽ നിൽക്കണതാണ്. അപ്പൊ ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ ഈ ഫിഗർ മാറും, തീർച്ചയായിട്ടും മാറണമല്ല. ഇപ്പൊ ഈ ഫിഗറിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ കുറവായിരിക്കും. എനിക്കറിയാം. ഒറ്റ പ്രണയം തോന്നിട്ടുള്ളോ? ഒറ്റ പ്രണയം ഉണ്ടായിരുന്നുള്ളൂ ജീവിതത്തിൽ? അതെ, ഉണ്ടായിട്ടുള്ളു. പിന്നെ ഒരുപാട് ഈ ഇത് ഇങ്ങനെ അഫയറൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് കണ്ടില്ല എന്ന് അടിക്കണ പോലെ പോയിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഡാൻസ് ഫീൽഡാണല്ലോ, ഒരു ഈ മാർഷൽ ആർട്സ്, ഫുട്ബോള്, അങ്ങനത്തെ ഫീൽഡൊക്കെ ആയിരുന്നു. ഇപ്പൊ ഡാൻസ് ഫീൽഡിൽ നിന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാവുമല്ല, നന്നായിട്ട് കളിക്കുമായിരുന്നു. ഞാൻ മൈക്കിൾ ജാക്സൺ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. കലാഭവൻ ഈ സോബി സാറിന്റെ ടീമിൽ ഒരു 5 വർഷത്തോളം കളിച്ചായിരുന്നു. സിംഗിൾ പെർഫോമർ ആയിരുന്നു. അതുകൂടാണ്ട് തന്നെ കൊച്ചിൻ ഡാൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതില് ഈ ഒരു 10-12 വർഷത്തോളം ആ ട്രൂപ്പില് കളിച്ചിട്ടുണ്ട്. ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ വിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങള്. നല്ല ഗായകനാന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാട്ട് അപ്പച്ചൻ ഒരു വലിയൊരു ഗായകനായിരുന്നു. അർജുന മാഷിന്റെ ശിഷ്യനായിരുന്നു അപ്പച്ചൻ. അർജുന മാഷ് ഞങ്ങളുടെ തറവാട്ടിൽ വീട്ടിലൊക്കെ വന്നപ്പോ ഈ ചെറുപ്പത്തില് എനിക്കൊരു 5 വയസ്സ് 6 വയസ്സുള്ള ആ സമയത്തൊക്കെ ഇങ്ങനെ സമിതികൾ ഇങ്ങനെ കൂടുമായിരുന്നു. ഈ അപ്പച്ചൻ ഉണ്ടാവും, അപ്പച്ചന്റെ ചേട്ടൻ ഉണ്ടാവും, അങ്ങനെ ഒരു നാടക സമിതിയൊക്കെ ഉണ്ടായിരുന്നു. അമച്ചൂർ നാടക വേദിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ണമാലി ജോസി എന്ന പേര് പുള്ളിയുടെ കീഴില് വലിയതായിട്ടുള്ള ഒരു അമച്ചർ നാടകവേദിയായിരുന്നു. അപ്പൊ അതിന്റെ റിഹേഴ്സലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് അർജുന മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, പ്രഗത്ഭരായിട്ടുള്ള ഗായകരും
അഭിനേതാക്കളൊക്കെ വന്ന് ചെയ്യുമായിരുന്നു. അതൊക്കെ കണ്ടു തന്നെയാണ് നമ്മൾ വളരണത്. അപ്പൊ പാട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് നാളുകളായിട്ടുള്ളു. ചെറുപ്പത്തിലെ ഒരു 10ാം ക്ലാസ് വരെ നന്നായിട്ട് പാടുമായിരുന്നു. ആ സമയത്ത് 10ാം ക്ലാസ് ആ പരീക്ഷ എഴുതുന്ന സമയത്തേ വായിൽ അക്കാരം എന്ന് പറഞ്ഞ ഇത് വന്നു. ഈ വായിൽ പുണ്ണു വന്നിട്ടേ ഈ കുരിലേക്ക് ഇറങ്ങിയിട്ട് അത് ഈ ഒരു 2 മാസത്തോളം എനിക്ക് സംസാരിക്കാൻ പറ്റാണ്ടായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഈ ശബ്ദമേ വരുമായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പതിനെ സംസാരം ആയി വന്ന് പിന്നെ അങ്ങനെ മാറി. എൻ്റെ ലൈഫ് സ്റ്റൈല് മാറി. അതായത് ഡാൻസിലേക്കും ഇത് സ്പോർട്സിലേക്കും ആയി ഈ എൻ്റെ ലൈഫ്. അപ്പോൾ ഈ സംഗീതം അവിടെ നിന്ന് ഈ കഴിഞ്ഞിടക്കാണ് ഞാൻ പാടാൻ തുടങ്ങിയത്. അപ്പം അപ്പച്ചൻ അന്ന് പറയുമായിരുന്നു, നിനക്കൊക്കെ ഒന്നും പഠിപ്പിച്ചാനുള്ള ആവശ്യമില്ല, നിന്നിലുണ്ടത്, ആ ജീനാണല്ല, നീ അത് കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി എന്ന് പറയും. അപ്പം അപ്പച്ചൻ നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, ഗായകനായിരുന്നു, വോളിബോൾ പ്ലെയർ ആയിരുന്നു, അപ്പൊ കളരി ആശാനായിരുന്നു, വൈദ്യനായിരുന്നു. ആ അപ്പച്ചന്റെ കഴിവുകൾ എന്നിലുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഇപ്പൊ സംഗീതം തുടങ്ങിയത്. ഒരു 2 വർഷമായിട്ടുണ്ടാവുള്ളൂ പാടാൻ തുടങ്ങിയിട്ട്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എങ്ങനത്തെ പാട്ടുകളാണ്? എനിക്ക് മെലഡിയാണ് ഏറ്റവും ഇഷ്ടം. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടൊന്ന് 2 ലൈൻ പാടാം. പ്രിയമുള്ളവളേ പ്രിയമുള്ളവളേ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളേ ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ, ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ. വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ, വികാര രാജാങ്കണത്തിൽ. പ്രിയമുള്ളവളേ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളേ. താങ്ക് യു. അല്ല, ഈ കഴിവുകളൊക്കെ ഉള്ളിലൊതുക്കിയാണ് ഇങ്ങനെ നടക്കുന്നത്. അല്ല, കഴിവുകള് ഞാൻ ഒരിക്കലും ഉള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചിട്ടില്ല, എല്ലാം പ്രകടമാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫുട്ബോള് സെൻട്രൽ എക്സൈസിൽ കളിച്ച് ഇത് നാഷണല് കുറേ ടൂർണമെന്റ് ഞാൻ കളിച്ചിട്ടുണ്ട്. ഡാൻസ് ഞാൻ കളിക്കാത്ത സ്റ്റേജിൽ കേരളത്തിൽ ഉണ്ടാവില്ല അല്ലെ ആ സമയങ്ങളിൽ. പിന്നെ പാട്ട് ഇപ്പൊ അടുത്താണ് തുടങ്ങിയതല്ല. അപ്പൊ ഓരോ ഇടയ്ക്ക് നിന്ന് പോയപ്പോ ഭയങ്കര സങ്കടമായി അല്ലേ, അസുഖം വന്നിട്ട് ആ പാട്ടിലേക്ക് നിന്നു എന്ന് പറഞ്ഞ വർഷങ്ങള്. 10ാം ക്ലാസ് ആകുമ്പോ 15 വർഷം വയസ്സ് 15 വയസ്സ് ആ പ്രായത്തിൽ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ, ഈ 2 വർഷം ആയിട്ടുള്ളൂ ഞാൻ ഇപ്പൊ പാട്ട് പാടാൻ തുടങ്ങിയത്. അപ്പൊ ചെറിയ ചെറിയ ഗാനമേളക്കൊക്കെ പോകുന്നുണ്ടല്ലേ. ഈ കല്യാണ വീടുകളിലുള്ള ഗാനമേളകൾ, പിന്നെ ചെറിയ അമ്പലപരിപാടികൾ. ഞങ്ങളുടെ ഒരു സിംഗേഴ്സിന്റെ ഒരു കൂട്ടായ്മ ഉണ്ട്, കൊച്ചിൻ സിംഗേഴ്സ് എന്ന് പറഞ്ഞ് പൊമ്പടിയിൽ തന്നെ ഒരു കൂട്ടുകാരൊരു ഓഫീസുണ്ട്, അവിടെയാണ് റിഹേഴ്സലൊക്കെ നടത്തുന്നത്. അതുകൂടാണ്ട് തന്നെ ഡാൻസിന്റെ ക്ലാസ്സുകളുണ്ട്, ഈ മാർഷൽ ആർട്സിന്റെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ഇടപ്പള്ളിയിൽ. പിന്നെ സ്വിമ്മിങ് ട്രെയിനിങ് ഉണ്ട്. കുട്ടികൾ നല്ല പെർഫോമിങ് ചെയ്യണ കുട്ടികളുണ്ട് അതില്. ഈ അപ്പച്ചൻ അന്ന് നാടകത്തിലുണ്ടായിരുന്നു, പാട്ടിലുണ്ടായിരുന്നു. അപ്പച്ചൻ പാടിയ പാട്ട് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏതാണ്? കനി പോലും കമനീയ ഹൃദയം യേശു മിശിഹാതൻ തിരുവുള്ളം അതുപോലെ വേറുണ്ടോ, കനി പോലും കമനീയ ഹൃദയം. ചുടുചോര ചോരുമ്പോഴും വേദനയാൽ
തിരുവുള്ളം കൂറുമ്പോഴും അതിന്റെ പിച്ച് അത് ഹൈ പിച്ചുള്ള അല്ലേ അപ്പച്ചൻ അങ്ങനത്തെ പാട്ടുകളെ പാടുന്ന പാട്ടെല്ലാം ഹൈ പിച്ച് പാട്ടുകളായിരുന്നു. അപ്പച്ചൻ കമ്പോസ് ചെയ്ത പാട്ടാണിത്. ഇതല്ലേ? അപ്പൊ ഭയങ്കര കമ്പോസിങ് ആണത്. നേരത്തെ ഈ പാട്ട് ഫുള്ളായിട്ട് എനിക്ക് അറിയാമായിരുന്നു. ഇപ്പൊ ഞാൻ മറന്നുപോയി. ഇപ്പൊ ഒരു ആഴ്ചയിൽ ഇങ്ങനെ 15 ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടും കറക്റ്റ് ആയിട്ട്. ഈ ബിനീഷിന് ഇങ്ങനത്തെ കഴിവുകളല്ല. ബിനീഷ് വേറെ രീതിക്കാണ്. അദ്ദേഹം സ്വന്തമായിട്ട് പാട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അല്ലേ? അതൊക്കെ കാണുമ്പോ ചേട്ടൻ എങ്ങനെയാ തോന്നണേ? എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. എന്നുവെച്ചാ അവനിങ്ങനെ ഈ സാഹചര്യങ്ങളുടെ അതായത് അവന് ആവശ്യമായിട്ട് വന്നിട്ട് അവൻ അത് ചെയ്തെടുത്തതാണ് അതൊക്കെ. അവനങ്ങനെ കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവനങ്ങനെ അത് ഒരു ഫൈറ്റിങ് ഇത് സ്കില്ല് അവൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഈ ഇപ്പൊ നിക്കണ ആ പൊസിഷനില്ലേ അവൻ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത പൊസിഷനാണ്. അതിൽ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെ അങ്ങനെ പറയാറൊന്നും ഇല്ല അവനോട്. എന്നാലും ഈ ചെറിയൊരു അഡ്വൈസ് ഒക്കെ നേരത്തെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ കൊടുക്കാറില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. അവൻ അത് അച്ചീവ് ചെയ്ത് അത് ഈ സ്റ്റാൻഡപ്പ് ആക്കാനുള്ള ഒരു സ്റ്റാൻഡപ്പിൽ നിൽക്കാനുള്ള ഇപ്പോഴത്തെ ആ ഇതില് ഈ പൊസിഷനിൽ വന്നത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സ്കില്ല് അവൻ സ്വമേധയാ പഠിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പൊ ആരുടെ ഉപദേശം ആവശ്യമില്ല അതിന്റെ. അവൻ സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്തുണ്ടാക്കിയ ഇതാണത്. രണ്ടാമത്തെ മോൻ എന്ന് പറയുമ്പോൾ വന്ന കാലം ദാരിദ്ര്യ കാലഘട്ടത്തൊക്കെ ബിനീഷിനുള്ള ഓർമ്മ വരുന്ന ചേട്ടൻ എന്ന നിലയ്ക്കായിരിക്കും. അച്ഛൻ്റെ വരവും കുറച്ച് മുമ്പ് അവർ പറഞ്ഞു അച്ഛൻ്റെ വരവ് അച്ഛനും മീനുമായിട്ട് വരുന്ന കഥയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലും കൂടുതൽ അനുഭവം ചേട്ടനായിരിക്കുമല്ലോ ഉണ്ടായത്. ചേട്ടൻ്റെ മനസ്സിലെ ഏറ്റവും സങ്കടം വന്ന മുഹൂർത്തം ആ സമയത്ത് ഏതായിരിക്കും ഓർമ്മ വരുമോ? അന്നൊരു ദിവസമേ ഈ അപ്പച്ചന് ഈ വഞ്ചിപ്പണിക്ക് പോവായിരുന്നു. അന്ന് ഈ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു അപ്പച്ചൻ. അപ്പൊ ആ സ്വർണ്ണപ്പണി ഈ മങ്ങി വന്ന സമയം, അതായത് ഈ ജ്വല്ലറികളിലൊക്കെ മെഷീൻ വർക്ക് വന്ന സമയത്ത് ഈ സ്വർണ്ണപ്പണിക്കാരുടെ ഓഫീസ് പൂട്ടി. എന്നുവെച്ചാൽ അവർക്ക് പണിയില്ലാണ്ടായി. അങ്ങനെ അപ്പച്ചൻ ഈ വഞ്ചിപ്പണിക്ക് പോവായിരുന്നു. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ പോകാൻ നേരത്തെ ആദ്യമാണ് ഈ അപ്പച്ചൻ താമസിച്ച് വരുവുള്ളായിരുന്നേ. ഈ ഇപ്പൊ രാത്രിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മണിയായാലും അമ്മച്ചി ഇങ്ങനെ നോക്കിക്കുമായിരുന്നു അമ്മച്ചിനെ. അത് ഭയങ്കര സീനാണ്. അമ്മച്ചി ആ നോക്കിക്കുന്ന സമയത്തും ഈ സമയം കളാതെ വീട് എടുത്തെടുത്തോണ്ടിരിക്കണായിരിക്കും അമ്മച്ചി. അപ്പൊ ഒരു ദിവസം അപ്പച്ചൻ പോയിട്ട് വന്നില്ല. ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ എന്തായാലും വരേണ്ടതാണ്. അപ്പച്ചൻ വന്നില്ല. ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഭയങ്കര ആദ്യമായി ഈ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അമ്മച്ചിയാണെങ്കിൽ ഭയങ്കരമായിട്ടും ആ സമയത്ത് ഞങ്ങളെ കെയർ ചെയ്ത സമയം. അതായത് അപ്പച്ചൻ ബോട്ടിൽ പോയിട്ട് വന്നില്ല. അവിടെ ചെന്നൊക്കെ അന്വേഷിച്ചിട്ട് ഈ ബോട്ട് വന്നിട്ടില്ല. ഈ വഞ്ചി എന്തോ അപകടം പറ്റിയെന്നുള്ള ആള് പോയെന്നുള്ള രീതിയിലാണ്. അപ്പൊ അമ്മച്ചി ഈ കാര്യം ഞങ്ങൾ ഇവിടെ ഒന്നും പറഞ്ഞില്ല. അപ്പച്ചൻ പോയേക്കാണ് വരും. അങ്ങനത്തെ ഒരു പ്രതീക്ഷ തന്ന് അമ്മച്ചിയുടെ ആ സങ്കടം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ സങ്കടം ഞങ്ങളുടെ മുമ്പിൽ അടക്കി വെച്ച് അമ്മച്ചി. എന്നിട്ട് അപ്പച്ചൻ വന്നത് എന്താണെന്നറിയോ? ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് വരണത്. അതെന്താണ്, ആ ശ്രീലങ്ക ആ ഭാഗത്ത് പോയിട്ട് അവര് ഈ വഞ്ചി മറിഞ്ഞിട്ട് അവിടെ ആയിപ്പോയി. അപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ ഉള്ള സാഹചര്യങ്ങളൊക്കെ ആയിപ്പോയി. എന്നുവെച്ചാൽ പൈസ ഇല്ലല്ലോ അവിടെ നിന്ന് ഇവിടം വരെ. ഇന്നത്തെ കാലഘട്ടം അല്ലേ, അന്ന് ഫോണൊന്നും ഇല്ല. അപ്പൊ ആ 1.5 മാസം കഴിഞ്ഞിട്ട് ഒരു ദിവസം അപ്പച്ചൻ പഴയ വീടായിരുന്നു. പുറത്തുനിന്ന് കണ്ടിട്ടല്ല അമ്മച്ചി ഇവിടെ ആർത്തലച്ച്. അതൊരു സീനായിരുന്നു. അവിടെ ചെല്ലുമ്പോ അപ്പച്ചനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പൊ ഇത് കാണാൻ നേരത്ത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പച്ചൻ വരുമെന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങൾക്ക് ആ ഫീലില്ല. അത് കഴിഞ്ഞിട്ടാണ് അപ്പച്ചൻ പോയതായിരുന്നു. ആ സമയത്തെ അപ്പച്ചൻ പോയെന്നുള്ള രീതിയിൽ, അതായത് വഞ്ചി പൊങ്ങി അങ്ങനെ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ വന്ന ആ നിമിഷം ഒരിക്കലും മറക്കൂല. ഭയങ്കര ഒരു നിമിഷമായിരുന്നു. എത്ര വയസ്സുണ്ട്? എനിക്കൊരു 40. അല്ല, അപ്പോൾ എത്ര വയസ്സുണ്ട് അപ്പച്ചൻ? എങ്ങനെ അന്ന് ഞങ്ങള് എനിക്കൊരു 12-13 വയസ്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ. ബിനീഷിന്റെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു? ബിനീഷൊക്കെ അതിലും പ്രായം കുറവാണല്ലോ. അവന് അത്ര അങ്ങോട്ട് തിരിച്ചറിവൊന്നും ഇല്ലല്ലോ ആ സമയത്ത്. 1.5 മാസം അമ്മച്ചി ഒരു വേദന എന്തായിരിക്കും അല്ലേ? അയ്യോ, അത് ഞങ്ങളെ അങ്ങനെ അറിയിച്ചില്ല. അതായത് അപ്പച്ചൻ വരും, അപ്പച്ചൻ എവിടെ പോയേക്കണാണ്. അപ്പൊ വഞ്ചിയിൽ ലോങ് പോയേക്കണായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളോട് പറയണത്. അപ്പൊ അമ്മച്ചിക്ക് അറിയാം. അമ്മച്ചിയുടെ ആദ്യം വേദിയൊക്കെ അമ്മച്ചി
ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങളോട് പ്രകടിപ്പിക്കണില്ല. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ പോണ് വരണ്, അപ്പൊ അമ്മച്ചി വീഡിയോ തീർക്കണം, ഞങ്ങളാണ് കൊണ്ടുപോയി കൊടുക്കണം. വീഡിയോ കടകൾ തോറും കാൽനടയിൽ നടന്ന് അവിടെ കൊണ്ടുപോയി വിറ്റിട്ട് വന്നാൽ അത് കൊടുത്തിട്ട് വേണം അരി മേടിക്കാനായിട്ട്. അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോണേണ്. ആ സിറ്റുവേഷൻ ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അല്ല, ആ കണ്ണിന്ന് ഇങ്ങനെ കണ്ണുനീര് ചാടിയപ്പം നമ്മുടെ മനസ്സിലെ ഒരു അവസ്ഥ, അപ്പൊ അന്ന് നിങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ പറയുമ്പോ ആ ഫീല് കാണുമ്പോ അന്ന് അമ്മച്ചി പോയി ആ കെട്ടിപ്പിടിക്കുന്ന ഒരു അവസ്ഥ മുന്നിൽ ഇങ്ങനെ നിൽക്കുമല്ലേ? അത് അമ്മച്ചി ഇവിടുന്ന് അപ്പച്ചാന്ന് വിളിക്കുള്ളേ. അപ്പച്ച എന്നാണ് അമ്മച്ചി അപ്പച്ചനെ വിളിക്കണം. ഭയങ്കര എൻ്റെ ലൈഫിൽ എനിക്കൊരു ട്രൂ ലവ് കാണാൻ പറ്റിയത് അപ്പച്ചനും അമ്മച്ചനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പച്ചൻ ഭയങ്കര കുടിയൊക്കെ ആയിരുന്നു. പക്ഷെ അമ്മച്ചിക്ക് അപ്പച്ചനും അമ്മച്ചിയോടും ഭയങ്കര പ്രണയമായിരുന്നു. അപ്പൊ അപ്പച്ചൻ മരിക്കണ ആ സമയത്തെ 2 മാസത്തിന് മുമ്പ് അപ്പച്ചൻ ഈ കിടപ്പായി പോയി. ഇപ്പൊ സ്മോക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനിത് ഇങ്ങനെ പറയുമ്പോ ഈ തലമുറയും അടുത്ത തലമുറയോട് ഞാൻ പറയണേണ്, ഈ കഞ്ചാവും ഈ മദ്യപാനവും ഡ്രഗ്സും ഒരിക്കലും മനുഷ്യന് നല്ലതല്ല. അവൻ്റെ കഴിവുകൾ ഇല്ലാണ്ടാക്കും. എൻ്റെ അപ്പച്ചൻ്റെ അനുഭവമാണ്. ഞാൻ അതുകൊണ്ട് 8ാം ക്ലാസ് മുതൽ ശബദം എന്ന് പറഞ്ഞ പോലെ എടുത്തതാണ്. എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചായ പോലും ഞാൻ കുടിക്കൂല. ചായ കുടിച്ചിട്ട് അടുത്ത സ്റ്റേജ് ഇങ്ങനെ പോയി നമ്മൾ ആ ജീനാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കായി വരും. ഇപ്പം ഒരു മദ്യപാനിയായിട്ടുള്ള അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ അപ്പുറത്ത് അവന് അഡിക്റ്റ് ആകും അതിൽ. അപ്പം ഞാൻ ഇതിലൂടെ ശരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത് കുരുന്നുകളോട്, നിങ്ങൾ വന്നവരോട്, നിങ്ങൾ ഒരിക്കലും ചെറുപ്പത്തിൽ ഇത് യൂസ് ചെയ്യരുത്. ഒരു 12-20 വയസ്സുള്ള ആ സമയത്താണ് ഇതിലേക്ക് നിങ്ങളായി മാറണത്. ആ കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാകണം. അത് നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കും, നിങ്ങളുടെ കൂട്ടുകാരെ നശിപ്പിക്കും, നിങ്ങളെ തന്നെ അവസാനം അത് നശിപ്പിക്കും. ഇതിലേക്ക് വരാൻ അന്ന് അപ്പച്ചന് ആൽക്കഹോളിക് ആയിരുന്നെങ്കിലും അപ്പച്ചന്റെ പ്രണയം, അപ്പച്ചനും അമ്മച്ചനും തമ്മിലുള്ള ആ ഒരു പ്രണയം ഉണ്ടല്ലോ, അത് അത്ര ഒരു പ്രണയം ഇന്നുവരെ കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പച്ചൻ മരിക്കണ 2 മാസം മുമ്പ് അപ്പച്ചൻ മരണക്കിടക്കയില് ഇത് വലിക്കണേണ്, ഈ അവസാന ശ്വാസം വലിക്കണേണ്. ആ സമയത്ത് അപ്പച്ചൻ മരിക്കണതിന് 2 മാസം മുമ്പ്. അപ്പൊ അമ്മച്ചിക്ക് ഭയങ്കര വിശ്വാസമാണ് അമ്മച്ചി. ആ വിശ്വാസമാണ് എനിക്ക്, ദൈവം ഉണ്ടെന്നുള്ള തെളിവാണത് എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥന, അമ്മച്ചിയുടെ വിശ്വാസം. പറഞ്ഞാൽ അപ്പച്ചൻ മരിക്കണ ആ സമയത്തില്ല, 2 മാസം മുമ്പാണ് ഈ പറയണ്ട, ഈ ശ്വാസം വലിച്ചോണ്ടിരിക്കണേ. അമ്മച്ചി മാതാവിനെ വിളിച്ചിട്ടേ അപ്പച്ചൻ മരിക്കാൻ പോണേല്ല. അപ്പൊ അത്ര സങ്കടം ഉണ്ടാവില്ല. മാതാവിനെ വിളിച്ചിട്ടും പറഞ്ഞ എനിക്ക് ഒരു മാസം എനിക്ക് തന്നെ, എനിക്ക് അപ്പച്ചനെ കൂടെ കഴിയണമെന്ന്. അമ്മ അതുപോലെയാണ് അപ്പച്ചനെ നോക്കണത്. ഒരു കുഞ്ഞിനെ നോക്കണ പോലെയാണ് അമ്മച്ചി അപ്പച്ചനെ നോക്കണത്. അതിൽ എനിക്ക് കുറെ കാര്യങ്ങൾ അമ്മച്ചനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനും എല്ലാം എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായി. മരിച്ചാലും കുഴപ്പമില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. അത് കാണാൻ സാധിച്ചല്ല. അപ്പൊ അത്ഭുതം എന്ന് പറഞ്ഞ പോലെ അപ്പച്ചന് ശ്വാസം നേരെ വന്ന് അപ്പച്ചൻ ക്ലിയറായി സംസാരിച്ച് അമ്മച്ചിയോട്. എന്നിട്ട് ആ 2 മാസം കിട്ടി. ആ 2 മാസം അപ്പച്ചന് കുഴപ്പമുണ്ടായില്ല. ഒരു മരിക്കണ സമയത്ത് അപ്പൊ ആ 2 മാസം കഴിഞ്ഞ് മരിക്കണ സമയത്താണെങ്കിലും അമ്മച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത് വെച്ചാൽ 1 വർഷത്തോളം ഉണ്ടല്ലോ അമ്മച്ചി ഉറങ്ങിയിട്ടില്ല. ആ മരിച്ചു കഴിഞ്ഞിട്ട് 1 വർഷം രാവിലെ എഴുന്നേറ്റ് നിൽക്കും, ഇങ്ങനെ കരയും, അടക്കി കരയും പറഞ്ഞു. ഞങ്ങളെ കേൾപ്പിക്കാതെ അടക്കി കരയും. ഇത്രക്ക് സ്നേഹമായിരുന്നു. അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് അനിയനും എല്ലാവർക്കും ഉണ്ടായി. അതാണ് യഥാർത്ഥ പ്രണയം എന്ന് പറഞ്ഞത്. അത് കാണാൻ കഴിഞ്ഞ അപ്പച്ചനെ സൂക്ഷിക്കാൻ കഴിഞ്ഞതും വളരെ ദൈവം തന്ന ഭാഗ്യമാണ്. ഇപ്പൊന്നും ഒരു മക്കളും പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു. എൻ്റെ അനുഭവമാണല്ലോ ഇതൊക്കെ. എല്ലാവരും ഇങ്ങനെ വേണം ജീവിക്കാൻ. ഉമ്മച്ചി കുറേ ത്യാഗം സഹിച്ചാൽ ഞങ്ങളെ ഇങ്ങനെ ആക്കിയത്. ഞാനിങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ കാര്യം തന്നെ, എനിക്ക് വേണമെങ്കിൽ സെൻട്രൽ എക്സൈസിൽ ജോലി കിട്ടിയതാണ്. ഞാൻ പോയില്ല. നല്ല സാലറി, ഇപ്പൊ 50,000 രൂപയെങ്കിലും എനിക്ക് കിട്ടേണ്ടതാണ് സാലറി. പക്ഷെ ഞാൻ പോകാൻ കാര്യം എനിക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടും മനസ്സിലുണ്ടായിരുന്നു. ചെറുപ്പത്തിലേ മുതലുള്ളതാണത്. ഇപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളാകുമ്പോ, അതായത് ഡിഫറെന്റ് ലെവൽഡ് ആയിട്ട് കുട്ടികളാണ്,
കേൾക്കൂല, സംസാരിക്കൂല, അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുത്താലും മതിയാവൂല. അത് നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അവരുടെ കാര്യങ്ങള്, അവരുടെ ഇല്ലായ്മകള് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവരുടെ ഒരു കൈയായി, അവരുടെ ഒരു കാതായി, അവരുടെ ഒരു കണ്ണായി നിക്കണമെന്ന് പറഞ്ഞാൽ നിക്കണം. ആ ആ വിദ്യാഭ്യാസമാണ് അമ്മച്ചി എന്നെ പഠിപ്പിച്ചേക്കണത്, അപ്പച്ചനെ എന്നെ പഠിപ്പിച്ചേക്കണത്. അപ്പോൾ ഒരിക്കലും ഈ തുച്ഛമായിട്ടുള്ള വരുമാനത്തിന് വേണ്ടി, വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകില്ല. ആ പാരൻസിന്റെ ഗൈഡൻസ് അങ്ങനെ ചെറുപ്പത്തിലെ മുതൽ കിട്ടിയേക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുള്ളൂ നമ്മൾ. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഇപ്പൊ മരിച്ചുപോയ ഒരു സങ്കടവും വരില്ല, കാരണം അതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ മനസ്സിലൊരു കളങ്കം ഇല്ല, നമ്മൾ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളു. അതിന് പ്രതിഫലമൊന്നും ആഗ്രഹിച്ചിട്ടല്ല അങ്ങനെ ചെയ്യണമല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഇത് ദൈവം ഇങ്ങനെ തരുമെന്നുള്ള ഒരു ചിന്താഗതി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചെയ്ത പ്രവൃത്തിക്ക് ഒരു ഫലം ഇല്ല. അങ്ങനെ വിശ്വസിക്കണം. എന്തായാലും കുറച്ചു നേരം സംസാരിച്ചു പോയി. എനിക്കും ഭയങ്കര വിഷമമായപ്പോൾ ഇങ്ങനൊരു നമ്മൾ ഇത്രയും വളർന്നെങ്കിൽ നമ്മൾ അച്ഛനെയും അമ്മേനെയും കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു വികാരവും ആ സങ്കടവും ആ കണ്ണുനീരും കാണുമ്പോൾ എത്രമാത്രം നിങ്ങൾ അപ്പനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ആ പ്രണയ ജീവിതം, ലോകത്താരും കാണാത്ത ആ പ്രണയം നിങ്ങൾ കാണുമ്പോൾ, എത്ര ആളുകൾ ഉണ്ടായാലും സ്വന്തം മക്കൾക്ക് കാണാനുള്ളൊരു ഭാഗ്യം അവരുടെ പ്രണയം കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷ കണ്ണീരാണിത്. അതെ, സന്തോഷം കാണാം. അതാണ് റിയൽ ആയിട്ടുള്ള ലൈഫല്ലേ. അപ്പൊ ഞാൻ പറയാൻ നേരത്ത് അത് ഈ മനസ്സിലാവും. ഈ റിയൽ ആയിട്ടുള്ള ലൈഫാണത്, നമ്മൾ ഉണ്ടാക്കി പറയണല്ല. അതാണ്. ഇനി അമ്മച്ചിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം കേട്ടോ. അത് നടക്കും. അത് അമ്മച്ചിയുടെ പ്രാർത്ഥന. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കല്യാണം അതിന്റെ കൂടെ തന്നെ നടത്താൻ പറ്റിയ ഏറ്റവും നല്ലത്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണത് എന്റെ കല്യാണം നടക്കാനായിരിക്കും. അമ്മച്ചി അങ്ങനത്തെ ഒരു രീതിയാണ്. അവനെന്തായാലും അവന് ഫേമസ് ആയി, അവൻ ആരൊക്കെയാണെങ്കിലും അവന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമെന്നുള്ള അറിയാം. പക്ഷെ എന്റെ കാര്യത്തിലാണ് അമ്മച്ചി എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുന്നത്. അപ്പൊ അമ്മച്ചോട് ഞാൻ പറയാം, അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല. അതിപ്പോ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ നടക്കും. ചിലപ്പോ ലൈറ്റ് ആവണത് നല്ലതിനായിരിക്കും എന്ന് പറയും. അമ്മച്ചിനെ ആശ്വസിപ്പിക്കും. അപ്പൊ എനിക്കെന്തെങ്കിലും ഇപ്പൊ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അപ്പൊ കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പൊ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി ഭയങ്കര സന്തോഷത്തിലായിരിക്കും ആ ദിവസം. അതിങ്ങനെ അത് ശരിയല്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ മാറിപ്പോയി കഴിയുമ്പോ ഭയങ്കര സങ്കടമാവും, ഡൗൺ ആവും. അങ്ങനെ. അതെ, നിങ്ങളുടെ ഒരു ഭാഗ്യം ഇങ്ങനത്തെ ഒരു അമ്മച്ചിയെ കിട്ടിയത്. പിന്നെ ഇങ്ങനത്തെ അമ്മച്ചിയുടെ വയറ്റിൽ ജനിച്ചത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരു 10 ജന്മം ഉണ്ടെങ്കിൽ 10 ജന്മം അമ്മച്ചിയുടെ വയറ്റിൽ തന്നെ ജനിക്കണമെന്നുള്ള ആഗ്രഹം. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന മക്കളാണ് വേണ്ടത്. ഒത്തിരി സന്തോഷം ചേട്ടാ. ഉണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ കല്യാണം നടന്ന് കാണാൻ നമ്മളും ആഗ്രഹിക്കുന്നു. അമ്മച്ചിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. അതിനും വരാനുള്ള ഭാഗ്യം എനിക്കൊക്കെ ഉണ്ടാകട്ടെ. ഉണ്ടാവും കേട്ടോ. ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്.